ചൊട്ടയിലെ ശീലം ചുടലവരെ എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോഴിതാ ഒരു നേതാവിൽ ഈ സ്വഭാവം പ്രതിഫലിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാം. സലീം കുമാറിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭവനം സന്ദർശിച്ച് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് രമേശ് ചെന്നിത്തല പുഷ്പാർച്ചന നടത്താൻ ശ്രമിക്കുന്നു സലീമിൻ്റെ ഫോട്ടോയിൽ. ഫോട്ടോഗ്രാഫർ അല്പം അകലെ നിന്നുകൊണ്ട് ആ ചിത്രം തൻ്റെ ക്യാമറയിൽ പകർത്താൻ ശ്രമിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഒരു സ്ത്രീ താൻ മറയുന്ന രീതിയിൽ അല്പം മുന്നോട്ട് വന്നപ്പോൾ അവരോട് മാറി നിൽക്കൂ എന്ന് ആംഗ്യഭാഷയിലും അല്ലാതെയും പറഞ്ഞ് അവരെ മാറ്റുന്നു. അതിനുശേഷം ഫോട്ടോഗ്രാഫർ തന്നെ ശരിക്കും പോസ് ചെയ്യുന്നു എന്ന സന്ദർഭം വന്നപ്പോൾ അദ്ദേഹം പുഷ്പം സലീം കുമാറിൻ്റെ ഫോട്ടോയിൽ അർപ്പിക്കുന്നു. അപ്പം നമ്മൾ കോൺഗ്രസ്സുകാരിൽ കണ്ടിട്ടുള്ള ഒരു പ്രവണത ഇതാണ്. ഏത് സമ്മേളനത്തിലായാലും മുൻപിൽ ഇടിച്ചു കയറി വന്ന് ഫോട്ടോയിൽ തൻ്റെ ചിത്രം വരത്തക്ക തരത്തിൽ നിന്നുകൊണ്ട് വേണ്ട അഭ്യാസം കാണിച്ച് പ്രശസ്തി നേടുന്ന ഒരു പതിവ് കോൺഗ്രസ്സുകാർക്കുണ്ട്. അത് യൂത്ത് കോൺഗ്രസ്സുകാരനായി പ്രവർത്തിക്കുന്ന കാലഘട്ടം മുതലുണ്ട്. പക്ഷേ ഇപ്പോൾ രമേശ് ചെന്നിത്തലയിൽ നമ്മൾ കണ്ടു, അദ്ദേഹം വളരെ നല്ല രീതിയിൽ പ്രായം ചെന്ന ഒരു വാർദ്ധക്യത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ പോലും തൻ്റെ ഫോട്ടോ മറയാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം വളരെ കർക്കശക്കാരനാണ്. ഇവിടെ ഇത്തരത്തിലുള്ള പ്രവണതയെ കളിയാക്കിക്കൊണ്ടൊരു സിനിമ തന്നെ വന്നിരുന്നു. നമുക്കറിയാം, ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിൽ ഭഗത് ഫാസിൽ ഈ രംഗം അതിമനോഹരമായി അവതരിപ്പിക്കുന്നു. അപ്പോൾ ഈ കൂട്ടർ ഈ ഉദ്ഘാടന സമ്മേളനത്തിന് ഉള്ള ഫോട്ടോയിൽ തൻ്റെ ചിത്രം വരാൻ കാണിക്കുന്ന ഒരടവാണ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതായത് സ്വാഭാവികമായിട്ടും എല്ലാം ഒരുക്കി വരുമ്പോഴത്തേക്കും തീപ്പെട്ടി സൂക്ഷിച്ചു വെക്കാനുള്ള കാര്യം സംഘാടകർ മറക്കുക പതിവാണ്. ഇത് മനസ്സിലാക്കിയിട്ട് ഈ യുവ നേതാവ് ഒരു തീപ്പെട്ടിയും പാക്കറ്റിൽ വെച്ചുകൊണ്ട് വേദിയിൽ അല്പം മാറി നിൽക്കുന്നു. തനിക്ക് ചിത്രത്തിൽ വരണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല എന്ന ഭാവത്തിൽ. അപ്പോഴാണ് സമയത്ത് വിളക്ക് കത്തിക്കാൻ തീപ്പെട്ടി കാണാത്തൊരു സ്ഥിതി വരുന്നു. അപ്പോൾ ഈ നേതാവ് പെട്ടെന്ന് തീപ്പെട്ടിയും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നു, തീപ്പെട്ടി കൊടുക്കുന്നു. തീപ്പെട്ടി കൊടുക്കുകയല്ല, അദ്ദേഹം തന്നെ തീപ്പെട്ടി എടുത്ത് ഉരച്ച് കത്തിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും കണ്ണായ ഭാഗത്ത് തന്നെ അദ്ദേഹത്തിന് നിലയുറപ്പിക്കാൻ സാധിക്കുന്നു. തൻ്റെ ചിത്രം വളരെ പ്രോമിനൻ്റ് ആയിട്ട് ആ ചിത്രങ്ങളിലെല്ലാം കാണുകയും ചെയ്യും. ഇതേ സ്വഭാവവിശേഷം ഇപ്പോൾ ചെന്നിത്തല ഈ കാലഘട്ടത്തിലും കാണിച്ചിരിക്കുന്നു. ഏതായാലും ഈ സ്വഭാവത്തിന് പ്രശസ്തിക്ക് വേണ്ടിയുള്ള ആ ഒരു ത്വര അതല്പം പോലും മാറ്റിവെക്കാൻ സാധിക്കില്ല രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം. ഇനി എത്ര വലിയ നേതാവായാലും എത്ര പ്രായമായാലും.